ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ. 3 വ്യത്യസ്ത രീതിയിൽ മീൻ പിടിക്കുന്ന കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വളർത്തു മത്സ്യങ്ങളെ പിടിക്കാൻ എളുപ്പമാണ്. നല്ല പ്രതീക്ഷയോടുകൂടി 100% പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് നമുക്ക് മീൻ കിട്ടും. കാരണം ഫിഷ് ഫാമിൽ നമ്മൾ വളർത്തുന്ന മത്സ്യത്തെ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. എന്നാൽ അത്ര എളുപ്പമല്ല നമുക്ക് തോട്ടിലോ പുഴയിലോ കായലിലോ പോയിട്ട് മീൻ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വല വീശി വല വിരിച്ച് പല രീതിയിൽ ചൂണ്ടിട്ട് പല രീതിയിൽ മീൻ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ആ കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. അതുപോലെ പ്രത്യേകം പറയാം, ഫിഷ് ഫാമിൽ നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിപണന സാധ്യതകൾ, അതുപോലെ തന്നെ അതിൻ്റെ വളർച്ച, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയോടെയായിട്ടാണ് ഇത് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു ഫിഷ് ഫാമിലെ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സ്ഥിരം സന്ദർശകരായിട്ട് വരുന്നവർക്ക് ഇവിടെ മീൻ പിടിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരവും സന്ദർശിക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുതലാണ്. പ്രത്യേകിച്ച് പറയുന്നത് സൺഡേസിലൊക്കെ ഇവിടെ ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പോൾ നിലവിൽ പിടിച്ചു വെച്ചിട്ടുള്ള മീനെ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ചൂണ്ടയിടാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വല വീശി പിടിക്കുന്നവർക്ക് വല വീശി പിടിക്കാം. അപ്പോൾ ആളുകളുടെ എണ്ണത്തിനും മീനിൻ്റെ ക്വാണ്ടിറ്റിക്കും അനുസരിച്ചാണ് ആ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചെറിയ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ചൂണ്ടയിട്ട് പിടിക്കാം. ഇപ്പോൾ ഇന്ന് ഒരുപാട് പേര് വന്നതുകൊണ്ട് തന്നെ ഇന്ന് വല വിരിച്ച് മീൻ പിടിക്കുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവസാനം വരെ കാണുക. മൂട് ഭാഗമാണ് ബാക്കിൽ ഈ സൈഡ് കറങ്ങി വിളിച്ച അതെ നല്ല കഴിക്കുന്നത് പാടില്ല. അടക്കാടക്ക് വലട്ട് മീനുകളൊന്നും ഇട്ടിട്ടില്ല. ആ ബോക്സിന്റെ ആ കയ്യിന്ന് കഴിക്കൂടെ ഒഴിവാക്കി കട. എത്ര ആൾക്കാരൊക്കെ പോയാ പിടി രോഗം വേണ്ട വെച്ചാൽ വേഗം കഴിക്കുന്നത്. അതിന് വല കൊളത്തിട്ടുണ്ടാവും. ഒരു നെറ്റ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടാ. അല്ല, ഒരു നെറ്റ് അത് പിടിച്ച് വെച്ചിട്ടുണ്ട്.
അവിടെ വേണ്ടേ അതെടുത്തോ അടങ്ങിട്ട് ഇതൊന്നും എടുക്കണം, നീ എടുക്കണം. കയ്യിൽ പടഞ്ഞാൽ പോകും അത് വേണ്ടേ ഇതോ ഒന്ന് എടുക്കണം, വലുത് എടുക്കണം. ഒരു ടീം ഒരു ചെറുത് കിട്ടിയപ്പോൾ വാങ്ങിക്കൊണ്ടിരുന്നില്ല. വെള്ളത്തിൽ കണ്ട വളം ഒന്നും കൂടി കുറച്ച് പിന്നെ കാര്യമില്ല. എത്ര മതിയോ ഇതിനാണോ ട്രൈ ചെയ്ത് പൊട്ടിച്ചാ അതിനെ ഒലിക്ക് കൊടുത്താ നാലെണ്ണത്തിനാളുണ്ടോ? അല്ല, നാലെണ്ണത്തിന്. ശിബുവാ അത് നാലും കൂടി. തൊലി പോരുതടാ, അത് നേരെ ഇതിൽ കൊണ്ടുവരണം, നെറ്റിൽ കൊണ്ടുപോയിട്ട് തൊലിട്ട് അവിടെ കുടിക്കാൻ ഇതിൽ കൊണ്ടുപോയിട്ട് ആ നെറ്റിൽ കൊണ്ടിട്ട് വാള ഒന്നുകൂടെ ദൈ കിടക്കണം ഒന്നോട്ട്. ഇത് രണ്ടെണ്ണം മതിയാ, ഈ രണ്ടെണ്ണം മതി. ഫിഷ് ഫാമിൽ പോയിട്ട് മീൻ പിടിക്കുന്ന അത്ര എളുപ്പത്തിൽ പുഴയിലോ തോട്ടിലോ പോയിട്ടൊന്നും മീൻ പിടിക്കാൻ പറ്റില്ല. എങ്കിലും ഈ മേഖലയിൽ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എക്സ്പീരിയൻസിന് മുമ്പിൽ പുഴയുടെ ആഴവും വീതിയും അതുപോലെ തന്നെ കുത്തൊഴുക്കൊന്നും പ്രശ്നമല്ല. അവർ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചുകൊണ്ടേ പോവുള്ളൂ. അപ്പോൾ നമുക്ക് നാടൻ മീൻ പിടുത്തത്തിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ കൂടി കാണാം. ഓക്കെ, എന്ത് സാധനം അത്? തേങ്ങാ പിണ്ണാക്ക്. വെറും തേങ്ങാ പിണ്ണാക്കാ? അത് വെള്ളം നനച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിക്ക് താന്നാ വെച്ചാൽ കിട്ടുമോ? നല്ല കൊണ്ടിട്ട് അവിടെ അത് ഈ തേങ്ങാ പിണ്ണാക്കിന് എത്ര പ്രത്യേകത? ഇതിപ്പോ ഞങ്ങളിപ്പോ ഒന്ന് വന്നപ്പോൾ കണ്ടെങ്കിലും വെച്ചിട്ട് അതിന്റെ സ്മെല്ല് ഈ നേരത്തെ ഈ നേരത്ത് കാര്യമില്ല. രാവിലെ വൈകിട്ടൊക്കെ വേണ്ടി വരും അല്ലേ? ഇജ്ജ് മാറിക്കടാ. അങ്ങനത്തെ എത്ര ഉറപ്പായാലും പാലിനും പൊരിക്കുണ്ടാവും. ഈ വൈകുന്നേരത്ത് സുഖമായിട്ട് വീസല്ലേ? ഇവിടെ ഈ അരുവിലും തോന്നുന്നല്ലേ? അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പൊരിക്കണ്ടല്ലോ ഒന്ന്. അതുകൊണ്ട് പിടിക്കാം.
നല്ല മഴക്കുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പാച്ചിവല ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പാച്ചിവല അല്ലെങ്കിൽ കണ്ടടി വല എന്നൊക്കെ പറയും. ഇത് ഇട്ടിട്ടുണ്ട്. ചെറിയ കണ്ണിയാണ്, 1 വിരൽ 1.5 വിരലിൻ്റെ കണ്ണിയാണിത്. നല്ല അടിപൊളി പൊരിക്ക്, അതുപോലെ തന്നെ പരൽ മീൻ ഇതൊക്കെ കൊടുക്കും. വലിയ ബ്രാല് പോലുള്ള സാധനങ്ങളൊന്നും ഇത് കിട്ടില്ല, എങ്കിലും ചെറിയ മീനുകളൊക്കെ കിട്ടും. നല്ല കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുള്ള സാധനം. തറവാട്ടും കൊണ്ട് കൊടുത്താ? ഇല്ല, കൊണ്ട് കൊടുത്തില്ല. അവിടെ ഇരിക്കുന്നുണ്ട്, കൊണ്ട് കൊടുക്കാം. ചുമളി കിട്ടിയിട്ടാണ് കൊടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ചെറുതായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വല എടുക്കാൻ ഒന്നുകൂടി വന്ന് നോക്കിയിട്ടില്ല. ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ വന്ന് നോക്കണം കേട്ടോ. മീൻ കുടുങ്ങിക്കാനുള്ളത് 1 മണിക്കൂർ ഇടവിട്ടിട്ടൊക്കെ വന്ന് നോക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത്, അപ്പോൾ ദിവസവും നിങ്ങളുടെ ഓരോരുത്തരുടെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും വിചാരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളൊരു ദിവസം അതേക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യും. കാരണം നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ വരുന്നവർക്ക്, ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ഒക്കെ ആയിട്ട് അത് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള പ്ലാനിങ്. സമയക്കുറവുണ്ട്, സമയത്തിനനുസരിച്ച് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.